മക്കളെ, അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു മാസമേ ഉള്ളൂ. ഇനി 30 ദിവസം അല്ലേ. ഡിസംബറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾക്ക് എന്താണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റെഡി? അപ്പോൾ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഇനിയിപ്പോൾ ഇത് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ പലരും പഠിക്കുക എങ്ങനെയായിരിക്കും, തോന്നിയതുപോലെ ആയിരിക്കും. ഐ മീൻ എന്താണ്, ഒരു ചാപ്റ്റർ എടുക്കുന്നു, അതിലെന്താണ് ടഫായിട്ടുള്ള പോർഷൻസ് മാത്രം പഠിക്കുന്നു, മറ്റേത് പിന്നെ നോക്കാം അല്ലേ, വല്ല വായിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ കിട്ടുന്നു, അത് വിട്ടെ അല്ലേ. അങ്ങനെ എന്താ ഒരു സ്ട്രക്ചർ ഇല്ലാതെ എന്തൊക്കെയോ തോന്നിയ രീതിയിലായിരിക്കും ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. നിങ്ങൾ ഇത്ര മാത്രം ചെയ്തോളാം. അതാ ഒന്നാമത്തെ കാര്യം, സിമ്പിളായിട്ട് ആദ്യം തന്നെ ഇനി നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒരു റിസോഴ്സ്. ഓക്കെ, ആദ്യത്തെ കാര്യമാണ് ഒരു റിസോഴ്സ് സെറ്റ് ചെയ്തോളാം. ഓക്കെ, എന്താണ് റിസോഴ്സ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ടെക്സ്റ്റ്. ഓക്കെ, ഒരു ടെക്സ്റ്റ്, ഒരു നോട്ട് മതി 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 മതി. കുറേ റിസോഴ്സസ് ഒന്നും തപ്പിപ്പോണ്ട. കുറേ എന്തൊക്കെയോ പഠിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ വയ്യ പോവും, പിന്നെ എന്താ വേറെ എന്തെങ്കിലും ഗൈഡിൻ്റെ വയ്യ പോവും. അങ്ങനെ എന്താണ് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് അവസാനം കൺഫ്യൂഷൻ ആവുകയുള്ളൂ അല്ലേ. ഏതിൽ നിന്ന് എടുത്ത് പഠിക്കണം, ഏതൊക്കെ എടുത്ത് പഠിക്കണം എന്നുള്ള ഒന്നും വേണ്ട ഇനിയുള്ള ഈ കുറച്ച് സമയം. ഓക്കെ, ഒരുപാട് പഠിക്കാനുണ്ട്, കൺഫ്യൂഷനായി നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഒരു ടെക്സ്റ്റ് അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. അതിന് നിങ്ങളെ നോട്ടും എടുത്ത് വയ്ക്കുക. ഓക്കെ, അതിന് നിങ്ങളെ നോട്ടും എടുത്ത് വയ്ക്കുക. ടെക്സ്റ്റിൽ എന്തായാലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, നോട്ടിലായിരിക്കും അല്ലേ കംപ്ലീറ്റ് ആക്കാത്ത നോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആക്കാത്ത നോട്ടുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സാർ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗൈഡുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ അതൊക്കെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ആക്കാത്ത ആ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത്, ടെക്സ്റ്റ് എന്തായാലും കയ്യിൽ വെക്കിയല്ലോ അല്ലേ, ആ ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റിലുള്ള ആ ഒരു കാര്യം ഓക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഷോർട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ടല്ലോ അല്ലേ. എന്താണ്, ജെമിനി ആയിട്ടും ചാറ്റ് GPT ആയിട്ടും, ഇനി അതൊന്നല്ലേ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു പോർഷൻ എടുത്തിട്ട് അങ്ങോട്ട് കാണും. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ട, ഒരു ടെക്സ്റ്റും എടുക്കുക, ഒരു നോട്ടും എടുക്കുക, അതിലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി നിങ്ങൾ അതേ ചെയ്യാൻ പാടുള്ളൂ. കാരണം സമയം വളരെ കുറവാണ്, ഒരുപാട് കാര്യവും പഠിക്കാനുണ്ട്. കുറേ റിസോഴ്സസിൻ്റെ വയ്യെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ. ശരി, ഇനിയിപ്പോൾ സാറ് പറഞ്ഞ നോട്ട് കംപ്ലീറ്റ് ആവാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ സാറ് പറഞ്ഞ ഇങ്ങനത്തെ കാറ്റഗറിയൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. ഇനിയിപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ കേസ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് എന്താ പെട്ടെന്ന് അങ്ങനെ ചാറ്റ് GPTയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റണമെന്നില്ല അല്ലേ. നിങ്ങൾക്ക് എന്തുണ്ട്, വീഡിയോസ് ഉണ്ട്. ഇനിയിപ്പോൾ തിയറി പോർഷൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക്, എന്താ ചാറ്റ് GPTയും ജെമിനിയും ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ യൂസ് ചെയ്യുക. അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാവുന്നല്ലേ, യൂസ് ചെയ്തോളാം. നമ്മുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ആ ലക്ഷ്യമാണ് നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത്. ഡെഡ് ലൈൻ. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതാണ്, ഡെഡ് ലൈൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എപ്പോൾ തീർക്കണം എന്നതിന് കൃത്യമായിട്ട് ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നവംബർ ലാസ്റ്റാണ്. ഓക്കെ, നവംബർ ലാസ്റ്റാണ്. ഓക്കെ, നവംബർ ലാസ്റ്റാണ്. ഡിസംബർ ഫസ്റ്റ് വീക്ക്, ഡിസംബർ ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിനുള്ളതാ, അത് നമുക്ക് റിവിഷൻ ചെയ്യാൻ മിനിമം വേണം. ഓക്കെ, അതായത് എക്സാമിൻ്റെ തലേന്നുള്ള ദിവസം അത് നമ്മൾ റിവിഷന് വേണ്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നവംബറിൽ തന്നെ അങ്ങോട്ട് തീർക്കുക. സെറ്റല്ലേ. നിങ്ങൾക്ക് ടെക്സ്റ്റും നിങ്ങൾ നോട്ടും മാത്രം വെച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും, കുറച്ചല്ലേ ഉള്ളൂ, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. സോ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈ ടൈം മതി, സാർ ഉറപ്പിച്ച് പറയുന്നു. ഓക്കെ അല്ലേ, സെറ്റല്ലേ, റെഡി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് ഒന്നുമില്ല, ആരും പറയുന്ന ടൈം ടേബിളോ കാര്യങ്ങളോ ഒന്നും മക്കൾ കേൾക്കണ്ട. സാറ് തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ടൈം ടേബിളും കാര്യങ്ങളും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, വേണ്ട, ഒന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് പഠിച്ചോളാം. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന എത്ര ഉണ്ടാവും നിങ്ങൾക്കറിയാലോ അല്ലെ, എത്ര തീർക്കാൻ പറ്റും, അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചോളാം. മാർക്ക് വേണ്ടത് നിങ്ങൾക്കാണ്, മാർക്ക് വാങ്ങേണ്ടത് നിങ്ങളാണ്, പഠിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ട് എന്താണ് ഞങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിതാക്കൾക്കോ ഒന്നും കിട്ടാനില്ല. നിങ്ങൾക്കാണ് അതൊക്കെ ആവശ്യം. ബുദ്ധിമുട്ടാൻ പോകുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ നിങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ബുദ്ധിമുട്ടി ചെയ്യുക. ഒരു മാസമല്ലേ ഉള്ളൂ, ആ ഒരു മാസം ഒന്ന് ബുദ്ധിമുട്ടിക്കൂടെ, വേണ്ടേ? അതെങ്കിലും ചെയ്യണം. ചെയ്തോളുക 30 ദിവസം. ഓക്കെ, ബൈ.